എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റസസസ് ആണ് കേട്ടോ. ലെറ്റസസസ് ആണ്. അപ്പം ലെറ്റസസിലെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഒരുപാട് സെക്ഷൻസ് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലെ ആൻസേഴ്സുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? കൺവേർട്ട് ദ യൂണിറ്റ്സ് ഓഫ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇവിടെ തന്നിട്ടുണ്ടെന്നാണ് താപനിലകളെ യൂണിറ്റ് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ഡിഗ്രി സെൽഷ്യസിലുണ്ട്, കെൽവിനും ഉണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം 273 ആണ്. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ എങ്ങനെ ചെയ്യണം? 273 കൊണ്ട് ആഡ് ചെയ്യുക കേട്ടോ. ഇനി തിരിച്ച് ഡിഗ്രി സെൽഷ്യസിലേക്കാണ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കെൽവിൻ ടെമ്പറേച്ചർ കാണുമല്ലോ, അതിൽ നിന്ന് നമ്മൾ 273 കുറച്ച് വെച്ചാൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ എവിടെ നോക്കുക, 0 ഡിഗ്രിയാണ്, നമുക്കറിയാം 273 കെൽവിനാണ്. 100 ഡിഗ്രി ആകുമ്പം 373 വന്നു. എങ്ങനെയാണ് 373 വന്നത്? 273 പ്ലസ് 100 ചെയ്യുമ്പോഴാണ് കേട്ടോ കെൽവിനിലേക്ക് വന്നത്. ഇനി ഡിഗ്രി സെൽഷ്യസ് ഇവിടെ തന്നിട്ടുണ്ട് 30 ആണ്. അപ്പം 30 ഇല്ലേ, 30 പ്ലസ് ഇല്ലേ, 30 പ്ലസ് 273 വരും. അപ്പോൾ എത്രയാണ് വരുന്നത്? 303 വരും ഇല്ലേ, 303. അത്രയും കെൽവിനാണ്. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ കെൽവിൻ തന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം കെൽവിൻ എത്രയാണ് തന്നിരിക്കുന്നത്? 300 തന്നിരിക്കുന്നത് അല്ലേ. 300 നമ്മൾ 273 കുറയ്ക്കുക, അപ്പം ഡിഗ്രി സെൽഷ്യസിലുള്ള കിട്ടും അല്ലേ. അപ്പം എത്രയാണ് ഇവിടെ വരുന്നത്? 27 വരും കേട്ടോ. 27 അല്ലേ. 300 273 പോലെ 27 അല്ലേ വരുന്നത്. അപ്പം 27 ഡിഗ്രി സെൽഷ്യസ് വന്നു. ദെൻ ഇവിടെ അടുത്ത് 40 ആണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം? 40 പ്ലസ് 273 ഇല്ല, അപ്പം കെൽവിനിലേക്ക് കിട്ടും. അപ്പം എത്രയാണ്? 313 വരും കേട്ടോ. 313. മനസ്സിലായല്ലോ? അപ്പം ഈ റിലേഷൻ ഓർത്തിരിക്കുക കേട്ടോ. കെൽവിനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്ത് എന്ത് ചെയ്ത് വെച്ചാൽ മതി? 273 ആഡ് ചെയ്യുക. ഇനി ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിൽ കെൽവിനുള്ള വാല്യൂ ആയിരിക്കും തന്നിരിക്കുന്നത്, അതേ -273 ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോളിക്കുലാർ മാസ് വന്നിട്ടുണ്ട്, അതുപോലെ ഗിവൺ മാസ് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, വോളിയമറ്റ് STPയിലും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? എന്താ H2 ആണ് തന്നിരിക്കുന്നത്. H2 ആകുമ്പോൾ മോളിക്കുലാർ മാസ് എത്ര വരും? മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ് വരുന്നത് ഇല്ലേ. മോളിക്കുലാർ മാസ് 2 ആണ്. ഗിവൺ മാസ് ഇവിടെ തന്നിട്ട് 10 ഗ്രാം ആണ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇക്വേഷൻ കണ്ടായിരുന്നു അല്ലേ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഗിവൺ മാസ് അല്ലേ. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? മോളാർ മാസ് അല്ലേ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇവിടെ ഗിവൺ മാസ് 10 ആണ് തന്നിട്ടുണ്ട്. ദെൻ മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? 10/2 എന്ന് വരും. അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ 5 വരും. ക്ലിയർ ആയല്ലോ? വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 1 മോളിലുള്ള വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 22 ആണ് ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മതി, ഇവിടെ നമ്മൾ വോളിയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 5 മോളാണ്. 5 × 22.4 കേട്ടോ. 1 മോളിലുള്ള നമുക്കറിയാം കേട്ടോ. 1 മോളിലുള്ള എത്രയാണ്? വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണെന്ന് അറിയാം. അപ്പം 5 മോളിലാണ് 5 × 22.4, അതാണ് ഇവിടെ 112 ലിറ്റർ എന്ന് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണല്ലേ. മോളിക്കുലാർ മാസ് എത്രയാണ് വരുന്നത്? 44 ആണ് വരുന്നില്ലേ. കാർബൺ 12 ആണ്. ഓക്സിജൻ എത്ര വരും? O2 ആയതുകൊണ്ട് 32 വരും. അപ്പം 44 വരും മോളിക്കുലാർ മാസ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ 44 ഗ്രാം വരും. ദെൻ ഗിവൺ മാസ് 440 ഗ്രാം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? 440 ഡിവൈഡഡ് ബൈ എത്രയാണ്? 44 ചെയ്യുക ഇല്ലേ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 10 വരും. മനസ്സിലായല്ലോ? 10 ആണ് വരുന്നത്. ഇനി വോളിയം എങ്ങനെ കണ്ടുപിടിക്കണേ? 10 × 22.4. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് 10 × 22.4 ചെയ്യുക. അപ്പോൾ എത്ര വരും? 224 എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 224 ലിറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി NH3 അമോണിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണല്ലോ. എത്ര വരും? 17 വരും അല്ലേ. നൈട്രജൻ്റെ 14 ആണ്, ഹൈഡ്രജൻ 3, അങ്ങനെ 17 വരും. ദെൻ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് എത്രയാണ്? 340 ആണ്. 340 ഡിവൈഡ് ബൈ 17 കേട്ടോ. ചെയ്യുമ്പോൾ കിട്ടുന്നത് 20 ആണ് വരുന്നത് കേട്ടോ. 20 വരും. അപ്പോൾ വോളിയം എങ്ങനെയാണ് വരുന്നത്? 20 × 22.4 വരും
ഇല്ല. അപ്പം എത്രയാണ് വരുന്നത്? 448 എന്ന് വരും കേട്ടോ. 448 ലിറ്റർ. മനസ്സിലായല്ലോ? അപ്പം ഈ ഇക്വേഷൻ കേട്ടോ, നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് പഠിക്കുക. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടു പ്രൊഡ്യൂസ് അമോണിയ ഈസ് ഗിവൺ. അമോണിയ ഉണ്ടാകുന്നതിന് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ് അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ഫോർ 10 മോൾസ് ഓഫ് നൈട്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി? 10 മോൾ നൈട്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ ആവശ്യമുണ്ട്? ഈ ഹൈഡ്രജന്റെ അളവാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ബേസിക് ഇക്വേഷൻ എന്താണ് പറയുന്നത്? ഒരു മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ അമോണിയാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് 10 മോൾ നൈട്രജൻ അല്ലേ? 10 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യണം അല്ലേ? അപ്പൊ അതിനുവേണ്ടി എന്തുമാത്രം ഹൈഡ്രജൻ ആവശ്യമുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 1 മോൾ ഓഫ് നൈട്രജൻ 3 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തു. 3 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ 10 മോൾ നൈട്രജൻ എന്തുമാത്രം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം ഇല്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തതാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡ് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതാ ഈ ഒരു മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ എങ്ങനെയാണ്? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 10 × 3 എന്ന് വരും ഇല്ലേ? 10 × 3 എന്ന് വരും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 എന്ന് വരും ഇല്ലേ? 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 മോൾ ഓഫ് ഇല്ലേ? 30 മോൾ ഓഫ് ഹൈഡ്രജൻ ആണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. മനസ്സിലാകുന്നല്ലോ? 30 മോൾ ഓഫ് ഹൈഡ്രജൻ എന്ത് ആവശ്യമായിട്ടുണ്ട്? 10 മോൾ നൈട്രജനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി 30 മോൾ ഹൈഡ്രജൻ ആണ് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പം 30 മോൾ ഹൈഡ്രജൻ എഴുതാം. മനസ്സിലായല്ലോ? 30 മോൾ ഹൈഡ്രജൻ ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അതിന്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് 10 മോൾസ് ഓഫ് നൈട്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി? 10 മോൾ നൈട്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചാൽ കിട്ടുന്ന അമോണിയയുടെ അളവ്. അപ്പോൾ നമുക്കറിയാം 1 മോൾ നൈട്രജൻ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ എത്രയാണ്? 2NH അല്ലേ? 2NH, അതായത് 2 മോൾ അമോണിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ 10 മോൾ നൈട്രജൻ അല്ലേ? 10 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. XNH3 എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 10 × 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 എന്ന് വന്നു ഇല്ലേ? 20 മോൾസ്. അപ്പോൾ എന്താണ്? 20 മോൾസ് ഓഫ് അമോണിയ ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ? 20 മോൾസ് ഓഫ് അമോണിയ. അല്ല, 10 മോൾ നൈട്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച അവിടെ നിന്നാണ് 20 മോള് അമോണിയാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ എത്രയാണ്? 20 മോൾ അമോണിയ. മനസ്സിലാവുന്നുണ്ട്? 20 മോൾ അമോണിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ 30 മോൾ ഹൈഡ്രജൻ അല്ലേ? 30 മോൾ ഹൈഡ്രജൻ 10 മോൾ നൈട്രജനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്ത് ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് 30 മോൾസ് ഓഫ് ഹൈഡ്രജനും അതുപോലെ തന്നെ 20 മോൾസ് ഓഫ് അമോണിയമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ആ രീതിയിലും ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 448 ലിറ്റർ ഓഫ് ഗ്യാസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ATM പ്രഷർ. എന്നാണ് 448 ലിറ്റർ വാതകം 0 ഡിഗ്രി സെൽഷ്യസിൽ 1 ATM മർദ്ദത്തിൽ ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? ഈ വാതകത്തിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0 ഡിഗ്രി സെൽഷ്യസും 1 അറ്റ്മോസ്ഫിയർ പ്രഷറുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 448 ലിറ്റർ ഗ്യാസും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ എത്രമാത്രം മോൾസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നമ്പർ ഓഫ് മോൾസ് കാണാം ഇല്ലേ? നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കിയാൽ STPയിലല്ല തന്നിരിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻ STP ആണല്ലോ അല്ലേ? STP ലിറ്റർ തന്നിരിക്കുന്നത് STP ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഗിവൺ വോളിയം ഇല്ലേ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. ഇക്വേഷൻ പഠിച്ചാണ്. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയമാണ്. ഗിവൺ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 448 തന്നിട്ടുണ്ട്. മോളാർ വോളിയം എത്രയാണ്? 22.4 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 20 എന്ന് കിട്ടും കേട്ടോ. 20 ആണ് വരുന്നത്. അപ്പം 20
മോളാണ് അവിടെ ആവശ്യം. 20 മോൾസ് എന്ന് പറയും. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ 20. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 20 മോൾസ്. ഇനി എന്താണ്? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? മോൾസ് കിട്ടി, നമ്പർ ഓഫ് മോൾസ് കിട്ടി. അപ്പം മോളിക്യൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇല്ലേ? മോൾസ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യമേ മോൾസ് കണ്ടുപിടിക്കുക. മോൾസ് ഉപയോഗിച്ചിട്ടാണ് മോളിക്യൂൾസ് എണ്ണം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പം നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 20 കിട്ടി. 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ്. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. The next question, fifth one, 400 liter of gas is stored in a cylinder at 27 degrees Celsius and constant pressure. 400 ലിറ്റർ വാതകം എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് കോൺസ്റ്റന്റ് ഒരു സ്ഥിര മർദ്ദത്തിൽ സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. What will be the temperature if the volume of this gas is reduced to 200 liter at the same pressure? സെയിം പ്രഷറിൽ തന്നെ എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ സെയിം പ്രഷറിൽ തന്നെ എന്താണ് അതിൻ്റെ വോളിയം എത്രയായി? 200 ലിറ്റർ റെഡ്യൂസ് ചെയ്തപ്പം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ അല്ലേ? ഏതാണ് ആ റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? V1 ഡിവൈഡ് ബൈ T1. ഏത് ലോ ആണ്? ചാൾസ് ലോ അല്ലേ? V1 ഡിവൈഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ T2 ആണ് നമ്മുടെ റിലേഷൻ ഇല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? V1 തന്നിട്ടുണ്ടല്ലേ? V1 എന്ന് വെച്ചാൽ 400 ലിറ്റർ ആണ്. ദെൻ ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്. എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൺവേർട്ട് ചെയ്യണം കെൽവിനിലേക്ക്. അപ്പോൾ 27 പ്ലസ് 273 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. മനസ്സിലായല്ലോ. ഇനി എന്താണ്? V2 തന്നിട്ടുണ്ടല്ലേ? V2 എത്രയാണ്? 200 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് V1 T2 ഈസ് ഈക്വൽ ടു V2 T1 എന്ന് എഴുതി. നമുക്ക് T2 ആണ് വേണ്ടത്. T2ലേക്ക് മാറ്റുക. T2 ഈസ് ഈക്വൽ ടു V2 T1 ഡിവൈഡഡ് ബൈ V1. മനസ്സിലായല്ലോ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു V2 എത്രയാണ്? V2 ഇവിടെ 200 ആണല്ലേ? 200 ആണ്. T1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇതാ ഇവിടെ 300 തന്നിട്ടുണ്ടല്ലേ? 300 ഡിവൈഡഡ് ബൈ ദെൻ V1 എന്ന് പറയുന്നത് 400 ആണല്ലേ? 400 ഇതുകൊണ്ട് ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ 2 വരും. ദെൻ 300 ഡിവൈഡ് ബൈ 2 എന്ന് വരുമ്പോൾ എത്രയാണ്? 150 അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ്? 150 K ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത്, വിച്ച് ഗ്യാസ് ലോ ഈസ് റെലവൻറ്റ് ടു ദിസ് കോണ്ടെക്സ്റ്റ്? ഈ കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ലോ ഏത് ലോ ആണ്? ഏത് ലോ ആണ്? ചാൾസ് ലോ ആണല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ടെമ്പറേച്ചറും വോളിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? ചാൾസ് ലോ. അപ്പോൾ എഴുതിയോട്ടെ ഏത് ലോ ആണ്? ചാൾസ് ലോ കേട്ടോ. ലോ ആണ് ഇവിടുത്തെ ലോ. ഇനി ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 3 ഡിഗ്രി സെൽഷ്യസ്. എബോവ് വാട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡസ് ദിസ് സബ്സ്റ്റൻസ് ഒബേ ദ ഗ്യാസ് ലോസ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പദാർത്ഥത്തിന്റെ തിളനില ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എബോവ് ഈ പദാർത്ഥം വാതക നിയമങ്ങൾ അനുസരിക്കുന്നത് എത്ര കെൽവിന് മുകളിലുള്ള താപനിലയിലായിരിക്കും? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ഡിഗ്രി സെൽഷ്യസ്. അത് ബോയിൽ ചെയ്യുക അല്ലേ? ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറുവാണ് ചെയ്യുന്നത്? ഗ്യാസ് ആയിട്ട് മാറുമല്ലേ ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തിളച്ചു, പിന്നെ എന്തായിട്ട് മാറി? ഗ്യാസ് ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. അപ്പം ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്തായിട്ട് മാറി? ആ പദാർത്ഥത്തിന്റെ സ്വഭാവം എന്തായിട്ട് മാറി? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ എന്താണ്? വാതക നിയമം ഇല്ലേ? ഗ്യാസ് ലോസ് ഒബേ ചെയ്യുമല്ലോ. ക്ലിയർ ആവുന്നല്ലോ പറഞ്ഞു. അപ്പം ഏത് ടെമ്പറേച്ചറിന് മേളിൽ വരുമ്പോഴായിരിക്കും അത് ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നത്? 3 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് വരുമ്പോൾ എത്രയായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു 273 പ്ലസ് 3 ആണ്. അതായത് 276 വരും ഇല്ലേ? 276 കെൽവിൻ വരും. അപ്പോൾ 276 കെൽവിന് എബോവ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്? അത് ഗ്യാസ് ലോ ഒബേ ചെയ്യും. മനസ്സിലായല്ലോ പറഞ്ഞത്? ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? അത് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. ഗ്യാസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഗേഷ്യസ് ലോ അവിടെ ഒബേ ചെയ്യും. ഇതവിടെ നോക്കുക, ആൻസർ കൊടുത്തിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഇൻ കെൽവിൻ എന്ന് പറയുമ്പോൾ 276 ആണ്. ഫോർ ദ സബ്സ്റ്റൻസ് ടു ഒബേ ദ ഗ്യാസ് ലോസ് ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം ഗ്യാസ് ലോ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഒക്കേഴ്സ് അറ്റ് ടെമ്പറേച്ചേഴ്സ് എബോവ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അതായത് ബോയിലിംഗ് പോയിന്റ് മുകളിൽ വരുമ്പോഴാണ് അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. therefore the substance obey the gas laws above 276 കെൽവിൻ. 276 കെൽവിന് മേളിലോട്ടാവുമ്പോൾ അത് ഗ്യാസ് ലോസ് ഒബേ ചെയ്യും.
അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട്സ് എ നമ്പർ ഓഫ് Cl2 മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ്? 710 ക്ലോറിൻ ഗ്യാസ് വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എന്നാണ് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗിവൺ അല്ലേ? ഗിവൺ മാസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് കണ്ടുപിടിക്കണം. ഗിവൺ മാസ് എത്രയാണ്? 710 ആണ് തന്നിരിക്കുന്നത്. മോളാർ മാസ്, ക്ലോറിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 71 വരും കേട്ടോ. ക്ലോറിൻ്റെ മോളാർ മാസ് 71 ആണ് വരുന്നത്. അത് എഴുതുക. അപ്പോൾ ആൻസർ എത്ര വരും? 10 വരും അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 10 വന്നിരിക്കുന്നത്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. Cl2ലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്യുക. അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇനി അടുത്ത ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ? ഇതിലാകെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 10 ഇൻറ്റു 6.022 10⁻23 ആണ്. അപ്പോൾ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ Cl2 അല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ? നമ്പർ ഓഫ് ആറ്റംസ് Cl2 ആയതുകൊണ്ട് 2 ഇല്ലേ? നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് 10 ഇൻറ്റു 6.022 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് പറയുമ്പം 2 ഇൻറ്റു 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2ഉം 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ, ദാറ്റ് ഈസ് 20 എന്ന് എഴുതാം. അപ്പോൾ 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 700 ഗ്രാം നൈട്രജൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ? അമോണിയ നിർമ്മാണ പ്രവർത്തനത്തിൽ 700 ഗ്രാം നൈട്രജനുമായി പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ ആവശ്യമായിട്ട് വരും? അമോണിയയുടെ നമ്മൾ പഠിച്ചതാണല്ലോ, നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ക്വസ്റ്റ്യൻ കണ്ടതുമാണ് അല്ലേ? അപ്പോൾ എന്താണ്? അമോണിയയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ 700 ഗ്രാം നൈട്രജനുമായിട്ട് പ്രവർത്തിക്കുന്ന എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്ന് നമുക്കറിയാം. അമോണിയയുടെ കേസിൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? N2 പ്ലസ് 3H2. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ അല്ലേ? 3H2 ഗീവ്സ് 2NH3 എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അമോണിയ ഉണ്ടാകുന്നത് അവിടെ. ഇനി ഗ്രാം അളവിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ മോളിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത്. മോളിൽ ചെയ്യാനും ഗ്രാമിൽ ചെയ്യാനും പഠിച്ചിരിക്കണം. ഇവിടെ ചോദിച്ചതെന്താണ്? 700 ഗ്രാം നൈട്രജൻ. 700 ഗ്രാം നൈട്രജനുമായി പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയാൽ നൈട്രജൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഗ്രാമിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ N2 നൈട്രജൻ എത്രയാണ്? ആറ്റോമിക് മാസ് 14 ആണ് വരുന്നത്. അപ്പോൾ N2 എന്ന് വരുമ്പോൾ 28 ഗ്രാം എന്ന് വരും ഇല്ലേ? നമ്മൾ ഗ്രാമിലേക്ക് ഇക്വേഷൻ ഒന്ന് എഴുതാം. ആദ്യമേ 28 ഗ്രാം വരും. ദെൻ 3H2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എത്രയാണ്? 6 ഇല്ലേ? ഗ്രാമിൽ വരുമ്പോൾ 6 ഗ്രാം ഓഫ് ഇവിടെ N2 ആണ്, 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ അല്ലേ? ഇവിടെ അമോണിയയുടെ കേസിൽ വരുമ്പോൾ എത്ര വരും? ഇവിടെ വരുമ്പം നൈട്രജൻ 14 ആണ്, ഹൈഡ്രജൻ 14, 3 17, പിന്നെ രണ്ടും കൂടെ വരുമ്പോൾ 34 വരും. 34 ഗ്രാം ഓഫ് NH3 ആണ് നമ്മൾ ഗ്രാം അളവിൽ എഴുതുമ്പോൾ. ഇവിടെ ചോദിച്ചത് 700 ഗ്രാം നൈട്രജൻ ആണ് ചോദിച്ചത്. 700 ഗ്രാം നൈട്രജൻ എന്താണ് അമോണിയ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഹൈഡ്രജൻ്റെ അളവാണല്ലോ. അതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ വരും? 28 ഗ്രാം നൈട്രജൻ അല്ലേ? ദെൻ 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് 700 ഗ്രാം ഇല്ലേ? 700 ഗ്രാം നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട്. അപ്പം എക്സ് എന്ന് കൊടുക്കാം. അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കുക. എന്തുമാത്രം ഹൈഡ്രജനാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എക്സ് എന്ന് കൊടുത്തു. 28 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 6 ഇൻറ്റു 700 എന്ന് വന്നു. ഓർ എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ 28. ഇത് ക്യാൻസൽ ചെയ്യാം. 28ഉം 700 ക്യാൻസൽ ചെയ്യാം. 25 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 6 എന്ന് വരുമ്പോൾ 150 എന്ന് വരും കേട്ടോ. 150 ഗ്രാം. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണല്ലോ. അപ്പം 150 ഗ്രാം ഹൈഡ്രജൻ അല്ലേ? 150 ഗ്രാം ഹൈഡ്രജൻ ആണ് ഇവിടെ 700 ഗ്രാം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇതാ നോക്കട്ടെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ മെത്തേഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. 150 ഗ്രാം ഹൈഡ്രജൻ, മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് 150 ഗ്രാം എന്നും ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ.
അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോവിങ്. എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് 1 kg. എന്താണ്? 1 കിലോഗ്രാം CO3യിൽ എത്ര CO3 മോൾ ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. എത്ര മോൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 കിലോഗ്രാം കാൽസ്യം കാർബണേറ്റിൽ എത്ര മോൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആണല്ലോ അവിടെ കണ്ടുപിടിക്കാനുള്ളത്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പം ഗിവൺ അല്ലേ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എന്ന് വെച്ചാൽ 1 kg ആണ് അല്ലേ. അതിന് ഗ്രാമിലേക്കല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗ്രാമിൽ തന്നെ എഴുതാം. 1 kg എന്ന് പറയുമ്പോൾ 1000 ഗ്രാം ആണ് വരുന്നത്. ഇനി മോളാർ മാസ്, കാൽസ്യം കാർബണേറ്റിന്റെ കേസിൽ മോളാർ മാസ് എത്രയാണ് വരുന്നത്? കാൽസ്യത്തിന് വരുമ്പം 40 വരും കേട്ടോ. കാൽസ്യം 40 ആണ് വരുന്നത്. കാർബണിന് നമുക്കറിയാം 12 ആണ് വരുന്നത്. ഓക്സിജൻ എത്രയാണ്? 3 ഉണ്ട്. അപ്പം 3 × 16 വരും ഇല്ലേ. അപ്പോൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ 100 വരും കേട്ടോ. 100 ആണ് വരുന്നത്. അപ്പം മോളാർ മാസ് ഓഫ് CO3 എന്ന് പറയുമ്പോൾ 100 ആണ് വരുന്നത്. 100 ഗ്രാം വന്നു. അപ്പോൾ എത്രയാണ് വന്നത്? 10 എന്ന് വന്നില്ല, 10 മോൾസ് എന്ന് വന്നു. അപ്പം 1 kg CO3യിൽ 10 മോൾസ് ഓഫ് CO3 ആണുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് അടുത്ത ചോദിക്കുന്നത്? മാസ് ഓഫ് ദി സെയിം നമ്പർ ഓഫ് NH3 മോളിക്യൂൾസ് ആർ കണ്ടെയ്ൻ ഇൻ 88 ഗ്രാം ഓഫ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന അത്രയും എണ്ണം NH3 തന്മാത്രകളുടെ മാസ്, അമോണിയ തന്മാത്രകളുടെ മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന അത്രയും എണ്ണം അമോണിയ തന്മാത്രകളുടെ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾസ് ഉണ്ടെന്ന് അറിയണ്ടേ ഇല്ലേ? അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നോക്കട്ടെ, ബി ആണ് 88 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് നമ്പർ ഓഫ് മോൾസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇൻ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കണ്ടുപിടിക്കാം. ഗിവൺ മാസ്, ഇതേ സെയിം ഇക്വേഷൻ തന്നെയല്ലേ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 88 ആണ് അല്ലേ. മോളാർ മാസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്രയാണ്? 44 ആണ്. നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും കേട്ടോ, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾസ് വരും അല്ലേ. അപ്പോൾ 2 മോൾസ് ആണ് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ളത്. അപ്പോൾ അത്രയും മോൾസ് NH3 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയല്ലേ. അപ്പോൾ മാസ് ഓഫ് 2 മോൾസ് ഓഫ് NH3 എന്ന് പറയും അല്ലേ. മാസ് ഓഫ് 2 മോൾസ് ഓഫ് NH3 അല്ലേ. അപ്പോൾ എത്ര വരും? മാസ് ഓഫ് 2 മോൾസ് ഓഫ് NH3 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 × NH3യുടെ മോളാർ മാസ് എത്രയാണ് വരുന്നത്? 17 വരും അല്ലേ. 17 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 34 ഗ്രാം എന്ന് വരും. ക്ലിയർ ആയല്ലോ? അതായത് 2 × മോളാർ മാസ് അല്ലേ. ഈ ഇക്വേഷൻ തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഗിവൺ മാസ് കണ്ടുപിടിക്കുന്നതിന് മോളാർ മാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇല്ലേ. നമ്പർ ഓഫ് മോൾസ് 2 ആണ്, മോളാർ മാസ് 17 ആണ്. അപ്പം 34 ഗ്രാം എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സി ചോദിച്ചിട്ടുണ്ട്. മാസ് ഓഫ് 22.4 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കെപ്റ്റ് അറ്റ് STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഈ 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മോൾ അല്ലേ. 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ 1 മോളാണ്. അപ്പം 1 മോളിലുള്ള മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാ? മാസ് ഓഫ് 1 അല്ലേ. 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് വരുന്നത്? എത്ര വരും? ഡയറക്റ്റായിട്ട് നമുക്കറിയാം അല്ലേ. അതിന് 44 ഗ്രാം ആണ് വരുന്നത്. അല്ലെങ്കിൽ എത്രയാണ് കാർബൺ നമുക്കറിയാം, 12 ആണ്. നമ്മൾ ആ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുക. അപ്പം 44 ഗ്രാം ആണ് 1 മോളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 44 ഗ്രാം ആണ്. അപ്പോൾ ഈ 22.4 എന്നൊക്കെ വന്നാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അത് 1 മോളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് ആൻസർ. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കുക, നമ്പർ ഓഫ് മോൾസ് കാൽസ്യം കാർബണേറ്റ് 10 മോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ NH3 മോളിക്യൂൾസ് എത്രയാണ്? 34 ഗ്രാം അല്ലെ. മാസ് ഓഫ് NH3 മോളിക്യൂൾസും 34 ആണ്. ദെൻ പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? STP അല്ലേ. STPയിലുള്ള 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് പറഞ്ഞിരിക്കുന്നത് 44 ഗ്രാമുമാണ്. ഓക്കെ, എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ വോളിയം ഓഫ് എ സിലിണ്ടർ കണ്ടെയ്നിങ് NH3 അറ്റ് STP ഈസ് 4480 മില്ലി ലിറ്റർ. ഇതാണ് STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമോണിയം വാതകം അടങ്ങിയ ഒരു സിലിണ്ടറിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട്. 4480 മില്ലി ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 ഇൻ ദ സിലിണ്ടർ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് സിലിണ്ടറിലുള്ള എത്ര മോൾ NH3 ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ STP അല്ലേ. അപ്പം ഗിവൺ വോളിയം ഇല്ലേ, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം ഇല്ലേ, മോളാർ വോളിയമാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഗിവൺ വോളിയം എന്ന് പറയുമ്പം എത്രയാണ്, 4450 മില്ലി ലിറ്റർ ആണ് തന്നത്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, ലിറ്ററിലേക്ക് മാറ്റുക. ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ 1000 ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര വരും, ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 4.48 എന്ന് വരും. മനസ്സിലാവുന്നല്ലോ. ദെൻ അപ്പോൾ അത്രയും ലിറ്റർ കേട്ടോ, അത്രയും ലിറ്റർ ആണ്. മോളാർ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 22.4 ലിറ്റർ ആണ്. ക്ലിയർ ആയല്ലോ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.2 എന്ന് വരും കേട്ടോ. 0.2 മോൾ എന്നാണ് വരുന്നത് കേട്ടോ. 0.2 മോൾ. മനസ്സിലായല്ലോ. നമ്പർ ഓഫ് മോൾസ് 0.2 മോൾ എന്നും കേട്ടോ. 0.2 മോൾ. ക്ലിയർ ആയല്ലോ. ഇനി ബി പാർട്ട് എന്താണ്, ഫൈൻഡ് ദ മാസ് ഓഫ് ദിസ് NH3 ഗ്യാസ്. ഇതിന്റെ മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്നാണ് ഗിവൺ മാസ് ഇല്ലേ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഇല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താണ്, ഗിവൺ മാസ് എല്ലാം കണ്ടുപിടിക്കാൻ ചെയ്യും. അപ്പോൾ ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് എന്ന് എഴുതാം അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, 0.2 എന്ന് കിട്ടി. ദെൻ മോളാർ മാസ് എത്രയാണ്, NH3യുടെ മോളാർ മാസ് എത്രയാണ്, 17 അല്ലേ വരുന്നത്, 17 ആണ് വരുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ് വരുന്നത്, 3.4 എന്നും വരും കേട്ടോ. 3.4 ഗ്രാം ഗിവൺ മാസ്. NH3യുടെ മാസ് 3.4 ഗ്രാം എന്നും കണ്ടു. ഓക്കെ ആണല്ലോ. ഇനി സി പാർട്ട് എന്താണ്, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് NH3 ആർ ദെയർ ഇൻ ദിസ് ഗ്യാസ് സിലിണ്ടർ. ഈ വാതക സിലിണ്ടറിലെ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇക്വേഷൻ അങ്ങനെ എഴുതണം കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഓരോ പ്രാവശ്യവും ഇക്വേഷൻ എഴുതി തന്നെ ചെയ്യണം കേട്ടോ. 6.022 ഇൻറ്റു 10⁻23. നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, 0.2 അല്ലേ. അപ്പോൾ 0.2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. മനസ്സിലായല്ലോ. ഇത് ആൻസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ നോക്കി എഴുതി കേട്ടോ. 0.2 മോൾസ് ആണ് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് NH3. പിന്നെ മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 3.4 ഗ്രാം എന്ന് കിട്ടി. പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്, തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കാൻ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ 0.2 ഇൻറ്റു ഇങ്ങനെയാണ് എഴുതിയിട്ട്, നമ്പർ ഓഫ് NH3 മോളിക്യൂൾ 0.2 ഇൻറ്റു 6.022 10⁻² അത്രയും എഴുതി കേട്ടോ. ഇനി അതിന് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ ആൻസർ. വേണമെന്നുണ്ടെങ്കിൽ ഇത്ര എഴുതിയാലും മതി, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര ആണെങ്കിലും എഴുതി വെച്ചാലും അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 10th വൺ, കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ കണ്ടോ, 2H2 + O2 ഗീസ് 2H2 എന്നാണ് അല്ലേ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ഷുഡ് റിയാക്ട് ടു ഒബ്റ്റെയിൻ 10 മോൾ ഓഫ് H2O. അതായത് 10 മോൾ H2O ലഭിക്കുന്നതിന് എത്ര മോൾ ഓക്സിജൻ പ്രവർത്തിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ വാട്ടർ ലഭിക്കുന്നുണ്ട്. ഇനി 10 മോൾ വാട്ടർ ഇവിടെ ലഭിക്കണം. അപ്പോൾ എത്ര മോൾ ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമുക്ക് റിലേഷൻ ഉണ്ടല്ലോ, നമ്മൾ ബേസിക് ഇക്വേഷൻ ഇതാണ് 2H2 കേട്ടോ. 2H2 + O2 ഗീവ്സ് 2H2 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് 2H2O കിട്ടുന്നത്. അപ്പോൾ 10 മോൾ വാട്ടർ കിട്ടണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം, ഇത് 1O2 എങ്ങനെയാണ് 2H2O കിട്ടും അല്ലേ. നമുക്ക് പിന്നെ എന്താണ് വേണ്ടത്, 10 മോൾ H2O വേണം. അത് ഇവിടെ 10 മോൾ H2O കിട്ടാൻ വേണ്ടി എത്ര മോൾ ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓക്സിജൻ്റെ നമ്മൾ X എന്ന് കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ 1 എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ 10 ആണല്ലോ, 10 × 1 എന്ന് പറയുമ്പോൾ 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x വരും. ഓർ x ഈക്വൽ ടു 10/2 ഇല്ലേ. എത്രയാണ്, x ഈസ് ഈക്വൽ ടു 5 എന്ന് വരും ഇല്ലേ. 5 മോൾസ്, അതായത് 5 മോൾസ് O2 അല്ലേ. 5 മോൾസ് O2 വേണം 10 മോൾ H2O കിട്ടാൻ. മനസ്സിലായല്ലോ. അപ്പം ആദ്യത്തെ സെക്ഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 5 മോൾസ് കേട്ടോ. 5 മോൾസ് എന്നാണ് ആൻസർ വരുന്നത്. ഇനി ഫൈൻഡ് ദ മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 10 മോൾ H2O. അതായത് 10 മോൾ H2O ലഭിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ വാതകത്തിന്റെ മാസ്. ഇവിടെ മോൾ ഓക്സിജന്റെ എത്ര മോൾ ഓക്സിജൻ വേണം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഓക്സിജന്റെ മാസ്സാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ല. അപ്പം മാസ് ഓഫ് ഓക്സിജൻ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. മാസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ മാസ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ എത്രയാണ്, നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് കണ്ടുവച്ചാൽ പോരെ.
നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലായിരുന്നു, അതായത് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ കണ്ടായിരുന്നു. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ഗിവൺ മാസ് ഇല്ലേ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്ന് കണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. അപ്പം ഗിവൺ മാസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. അതാന്ന് നോക്കിയാൽ നമ്പർ ഓഫ് മോൾസ് നമുക്കിവിടെ കിട്ടി 5 കിട്ടി ഇല്ലേ, 5 ഇൻറ്റു മോളാർ മാസ് കാർബൺ ഏതാണ് ഓക്സിജൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ 32 വരും ഇല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 160 ഗ്രാം. അപ്പം 160 ഗ്രാം ഓക്സിജൻ ആവശ്യമായിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 160 ഗ്രാം ഓക്സിജൻ അല്ലേ. അതായത് 10 മോൾ വാട്ടർ ലഭിക്കാൻ വേണ്ടി 160 ഗ്രാം ഓക്സിജൻ വേണം. 10 മോൾ വാട്ടർ ലഭിക്കാൻ വേണ്ടി 5 മോൾ ഓക്സിജനും വേണം. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ നോക്കുക കേട്ടോ. 10 മോൾസ് ഓഫ് H2 കിട്ടാൻ വേണ്ടി 5 മോൾസ് ഓഫ് ഓക്സിജൻ അവിടെ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ മോളാർ മാസ്, അതുപോലെ എന്തുമാത്രം മാസ് വേണം എന്നുള്ളതാണ് മാസ് ഓഫ് ഓക്സിജൻ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് 160 ഗ്രാം എന്ന് കിട്ടി. സ്റ്റെപ്പ് വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതി എഴുതുക കേട്ടോ. നമ്മൾ ചെയ്തിരിക്കുന്നതും ശരി തന്നെയാണ്, നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ലെന്നുള്ളൂ, ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എളുപ്പമാണ്, നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ, അതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം കേട്ടോ. പിന്നെ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് ചെയ്തു. നമ്മൾ കണ്ടില്ലായിരുന്നു, എത്രാമത്തെയാണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആണ് ഇവിടെ ചോദിച്ചത്. പക്ഷേ അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. മനസ്സിലാകുന്നു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസും എല്ലാം കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പം ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പം മോളിലുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ലിറ്ററിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഒരു ഇത് തന്നിട്ട് കേട്ടോ. ഒരു കാര്യം പറഞ്ഞില്ല, നമ്മൾ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞതായിരുന്നു 2 രീതിയിലും ചെയ്യാൻ പഠിക്കണം എന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിത് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വരും, വീഡിയോസുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് ഈ LTSSൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാലുള്ളൂ പല കാര്യങ്ങളും പല കുട്ടികൾക്കും അറിയാൻ മേലാത്തതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിസ്കഷൻസ് നടന്നാൽ മാത്രമേ ഉള്ളൂ പല ഡൗട്ടുകളും മാറത്തുള്ളൂ. ചോദിക്കുക കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.